നഗരത്തിലെ തിരക്കേറിയ ജില്ലാ കോടതിയുടെ കവാടത്തിനു പുറത്ത് എല്ലാ ദിവസവും രാവിലെ കൃത്യം 8 മണിക്ക് ഒരു യുവാവ് എത്തും. സൗരഭ് എന്നാണ് അവന്റെ പേര്. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള അവൻ അല്പം മുഷിഞ്ഞെങ്കിലും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് കയ്യിൽ ഒരു ചായക്കെറ്റിലുമായി ആളുകൾക്കിടയിലൂടെ ഓടി നടക്കും. കോടതിയിലെ ഗുമസ്തന്മാർക്കും പോലീസുകാർക്കും അഭിഭാഷകർക്കും സൗരഭ് വെറുമൊരു ചായക്കാരൻ പയ്യൻ മാത്രമല്ല. സൗരഭിന്റെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. അവന്റെ അച്ഛൻ കടുത്ത ശ്വാസകോശ രോഗബാധിതനായി മാസങ്ങളായി കിടപ്പിലാണ്. വീടിന്റെ വാടക കൊടുക്കാനും അച്ഛന്റെ മരുന്നുകൾ വാങ്ങാനുമുള്ള ഏക വരുമാനം ഈ ചെറിയ ചായക്കടയിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷേ സൗരഭിന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. ആർക്കൊക്കെ പഞ്ചസാര കുറച്ച് ചായ വേണം, ആർക്കൊക്കെ ഇഞ്ചി ചായയാണ് കൂടുതൽ ഇഷ്ടമെന്നെല്ലാം അവൻ കൃത്യമായി ഓർത്തിരുന്നു. കഠിനമായി അധ്വാനിക്കുമ്പോഴും ആരോടും പരാതി പറയാതെ മുഖത്തൊരു ശാന്തമായ പുഞ്ചിരിയോടെ അവൻ ഓരോ ഗ്ലാസ് ചായയും പകർന്നു നൽകി. അതേസമയം കോടതിയിലെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രമായിരുന്നു സോണിയ. 23 വയസ്സിൽ തന്നെ വലിയ ക്രിമിനൽ കേസുകൾ വാദിച്ചു ജയിച്ച നഗരത്തിലെ അറിയപ്പെടുന്ന യുവ അഭിഭാഷകയായി അവൾ മാറിയിരുന്നു. കറുത്ത കോട്ടിട്ട് തല ഉയർത്തിപ്പിടിച്ച് അവൾ കോടതി വരാന്തയിലൂടെ നടക്കുമ്പോൾ എല്ലാവരും ആദരവോടെ മാറി നിൽക്കും. സോണിയ മിടുക്കിയായിരുന്നു, പക്ഷേ അവളുടെ വിജയങ്ങൾ അവളിൽ അമിതമായ അഹങ്കാരം വളർത്തിയിരുന്നു. പണവും പദവിയുമാണ് ഒരു മനുഷ്യന്റെ മൂല്യം നിശ്ചയിക്കുന്നതെന്ന് അവൾ വിശ്വസിച്ചു. തന്നേക്കാൾ താഴ്ന്ന നിലയിലുള്ളവരെ പുച്ഛത്തോടെ നോക്കിക്കാണുന്നത് അവളുടെ സ്വഭാവമായി മാറി. ഒരു തിങ്കളാഴ്ച രാവിലെ കോടതിയിൽ വലിയൊരു കേസിന്റെ വിചാരണ നടക്കുകയാണ്. കോടതിയുടെ ഗേറ്റിനു പുറത്ത് മാധ്യമപ്രവർത്തകരും പോലീസുകാരും കക്ഷികളും കൊണ്ട് വല്ലാത്ത തിരക്ക്. സൗരഭ് ചായക്കപ്പുകൾ വെച്ച ട്രേയുമായി ആളുകൾക്കിടയിലൂടെ നടക്കുകയാണ്. അപ്പോഴാണ് ഫോണിൽ തന്റെ കക്ഷിയുമായി വളരെ ഗൗരവത്തിൽ സംസാരിച്ചുകൊണ്ട് സോണിയ അവിടേക്ക് വന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ കേസ് ഞാൻ ജയിച്ചിരിക്കും എന്നുറക്കെ പറഞ്ഞുകൊണ്ട് തിരക്കിലൂടെ അവൾ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ ആരുടെയോ തട്ടുകിട്ടി സൗരഭ് ഒന്ന് ആടിപ്പോയി. ബാലൻസ് നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അവന്റെ തോള് അറിയാതെ സോണിയുടെ കയ്യിലിരുന്ന വിലപിടിപ്പുള്ള ഫയലുകളിൽ തട്ടി. ഫയലുകൾ മണ്ണിലേക്ക് ചിതറി വീണു. സോണിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. അവൾ ഉറക്കെ ആക്രോശിച്ചു, കണ്ണ് കണ്ടൂടെ നിനക്ക്? എന്റെ കയ്യിലിരിക്കുന്നത് എത്ര വിലപിടിപ്പുള്ള രേഖകളാണെന്ന് അറിയാമോ? നിന്നെപ്പോലെയുള്ളവർ എന്തിനാണ് വഴിയിൽ തടസ്സമായി നിൽക്കുന്നത്? സൗരഭ് ഉടനെ കുനിഞ്ഞ് ഫയലുകൾ എടുത്തു കൊടുക്കാൻ ശ്രമിച്ചു. ക്ഷമിക്കണം മാഡം, തിരക്കായതുകൊണ്ട് അറിയാതെ പറ്റിയതാണ്, അവൻ താഴ്മയോടെ പറഞ്ഞു. പക്ഷേ സോണിയ അടങ്ങിയില്ല. ചുറ്റും കൂടി നിന്നവരുടെ മുന്നിൽ വെച്ച് അവൾ അവനെ അധിക്ഷേപിച്ചു. നിന്റെയൊക്കെ സ്റ്റാറ്റസ് നീ മനസ്സിലാക്കണം. ചായ വിൽക്കാൻ ജനിച്ചാൽ അതിന് മാത്രമേ കൊള്ളൂ. വക്കീൽ പണി നടക്കുന്നിടത്ത് നിന്റെ ഒന്നും ആവശ്യമില്ല. മേലിൽ എന്റെ മുന്നിൽ കണ്ടുപോകരുത്. അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്ന ചിലർ സൗരഭിനെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. സൗരഭ് ഒന്നും തിരിച്ചു പറഞ്ഞില്ല. അപമാനിക്കപ്പെട്ട ആ നിമിഷത്തിലും അവന്റെ മുഖത്തെ ആ ശാന്തത മാനില്ല. അവനൊരു ചെറിയ പുഞ്ചിരിയോടെ താഴെ വീണ തന്റെ ചായക്കപ്പുകൾ പെറുക്കിയെടുത്തു. അവന്റെ കണ്ണുകളിൽ ദേഷ്യത്തിനു പകരം വല്ലാത്തൊരു ആത്മവിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. സോണിയ അഹങ്കാരത്തോടെ കോടതി മുറിയിലേക്ക് നടന്നു നീങ്ങി. താൻ ഇന്ന് അപമാനിച്ചത് വെറും ഒരു ചായക്കടക്കാരനെയല്ല, മറിച്ച് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമാകാൻ പോകുന്ന ഒരാളെയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. 10 മിനിറ്റുകൾക്കുള്ളിൽ ആ കോടതി മുറിക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു. കോടതിക്ക് പുറത്ത് നടന്ന നാടകീയമായ സംഭവങ്ങൾക്ക് ശേഷം 10 മിനിറ്റുകൾ പിന്നിട്ടു. സോണിയ തന്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ പുറത്തുപേക്ഷിച്ചു. തികഞ്ഞ ഗൗരവത്തോടെ 3-ാം നമ്പർ കോടതി മുറിയിലേക്ക് പ്രവേശിച്ചു. നഗരത്തിലെ ഒരു പ്രമുഖ വ്യവസായി ഉൾപ്പെട്ട വഞ്ചനക്കേസായിരുന്നു അന്ന് വിചാരണക്ക് എടുത്തിരുന്നത്. സോണിയയാണ് വാദിഭാഗത്തിനു വേണ്ടി ഹാജരാകുന്നത്. കോടതി മുറിയിൽ കക്ഷികളും അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും നിറഞ്ഞിരുന്നു. എല്ലാവരും സോണിയയുടെ വാദങ്ങൾ കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജഡ്ജി തന്റെ ഇരിപ്പിടത്തിൽ വന്നിരുന്നു. നടപടികൾ ആരംഭിച്ചു. ജഡ്ജി തന്റെ ഫയലുകൾ പരിശോധിച്ച ശേഷം ഗാംഭീര്യമായ ശബ്ദത്തിൽ ചോദിച്ചു, പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ എവിടെ? ആ നിമിഷം കോടതി മുറിയുടെ പിൻവാതിൽ തുറന്നു. ആത്മവിശ്വാസം നിറഞ്ഞ ചുവടുകളുമായി ഒരാൾ അകത്തേക്ക് കടന്നു വന്നു. കറുത്ത കോട്ടും വെളുത്ത ബാൻഡും ധരിച്ച് ആ യുവാവിനെ കണ്ടതും കോടതി മുറിയിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. സോണിയുടെ കണ്ണുകൾ വിശ്വസിക്കാനാവാതെ വിടർന്നു. അവളുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. 10 മിനിറ്റ് മുമ്പ് താൻ ആക്ഷേപിച്ച് തള്ളിയ അതേ ചായക്കാരൻ പയ്യൻ. പക്ഷേ ഇപ്പോൾ അവന്റെ കയ്യിൽ ചായക്കെറ്റിലില്ല. പകരം നിയമത്തിന്റെ വലിയൊരു
ഫയലാണ്. അവന്റെ മുഖത്തെ ആ ശാന്തത ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ ആ കണ്ണുകളിൽ ഒരു വക്കീലിന്റെ മൂർച്ചയുള്ള തിളക്കം പ്രകടമായിരുന്നു. അവൻ നേരെ വന്ന് പ്രതിഭാഗത്തിന്റെ ഡെസ്കിനു പിന്നിൽ നിന്നു. ജഡ്ജി പുഞ്ചിരിയോടെ പറഞ്ഞു, അഡ്വക്കേറ്റ് സൗരഭ് വർമ്മ, നിങ്ങൾക്ക് തുടങ്ങാം. സോണിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി. ഇവൻ എങ്ങനെ ഒരു അഭിഭാഷകനായി? ഇവൻ വെറും ഒരു ചായക്കാരനല്ലേ? അവളുടെ മനസ്സ് മന്ത്രിച്ചു. സൗരഭ് യഥാർത്ഥത്തിൽ മിടുക്കനായ ഒരു നിയമബിരുദനായിരുന്നു. സ്കോളർഷിപ്പോടെ പഠനം പൂർത്തിയാക്കിയ അവൻ അച്ഛന്റെ ചികിത്സക്കും കുടുംബം പുലർത്താനുമായി ആരെയും അറിയിക്കാതെ പുലർച്ചെ ചായ വിൽക്കാൻ ഇറങ്ങുന്നതായിരുന്നു. തന്റെ ജോലിയെ അവൻ ഒരിക്കലും താഴ്ന്നതായി കണ്ടിരുന്നില്ല. കോടതി തുടങ്ങുന്നതിനു മുൻപ് ചായ വിൽക്കുന്ന അതേ ഊർജത്തോടെ തന്നെ അവൻ കോടതി തുടങ്ങുമ്പോൾ കറുത്ത കോട്ടിടുകയും ചെയ്തിരുന്നു. സൗരഭ് തന്റെ വാദങ്ങൾ ആരംഭിച്ചു. സോണിയ വിചാരിച്ചതുപോലെ അതൊരു എളുപ്പമുള്ള കേസായിരുന്നില്ല. അവൾ അവതരിപ്പിച്ച തെളിവുകൾക്കെല്ലാം ഓരോന്നായി സൗരഭ് ഖണ്ഡിച്ചു തുടങ്ങി. സോണിയയുടെ കക്ഷി പാവപ്പെട്ട ഒരു കുടുംബത്തെ ചതിച്ച് സ്വത്ത് തട്ടിയെടുത്തതാണെന്ന് സൗരഭ് വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ഭാഷയിൽ കോടതിയിൽ വിവരിച്ചു. അവന്റെ വാദങ്ങളിൽ കൃത്യതയുണ്ടായിരുന്നു. ഓരോ വാക്കിലും സത്യത്തിന്റെ കരുത്തുണ്ടായിരുന്നു. സോണിയക്ക് ആദ്യമായി തന്റെ കരിയറിൽ ഭയം തോന്നി. തന്റെ മുന്നിൽ നിൽക്കുന്നത് കേവലം ഒരു പയ്യനല്ല, മറിച്ച് നിയമത്തിന്റെ സങ്കീർണതകൾ നന്നായി അറിയുന്ന ഒരു പ്രതിഭയാണെന്ന് അവൾ മനസ്സിലാക്കി. സൗരഭ് ഒരിക്കൽ പോലും സോണിയയെ ദേഷ്യത്തോടെ നോക്കിയില്ല. അവളുടെ പരിഹാസത്തിനു മറുപടിയായി അവൻ തന്റെ കഴിവിനെയാണ് ഉപയോഗിച്ചത്. കോടതി മുറിയിലുണ്ടായിരുന്നവർ തമ്മിൽ സംസാരിച്ചു. ഇവനല്ലേ രാവിലെ നമുക്ക് ചായ തന്നത് എന്ന് ഗുമസ്തന്മാർ പരസ്പരം ചോദിച്ചു. സൗരഭ് ജഡ്ജിക്ക് മുന്നിൽ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, മൈ ലോർഡ്, വസ്ത്രം കണ്ടോ, ചെയ്യുന്ന ജോലി കണ്ടോ? ഒരാളെ വിലയിരുത്തുന്നത് നിയമത്തിന് നിരക്കാത്തതാണ്. ഇവിടെ പണത്തിനു മുകളിൽ നീതി വിജയിക്കണം. ആ വാക്കുകൾ സോണിയുടെ കാതുകളിൽ പ്രകമ്പനം കൊള്ളിച്ചു. 10 മിനിറ്റ് മുമ്പ് അവൾ പറഞ്ഞ വാക്കുകൾ അവളുടെ ഉള്ളിൽ തിരിഞ്ഞുകുത്തി. അപമാനിക്കപ്പെട്ട ചായക്കാരൻ ഇന്ന് നിയമത്തിന്റെ മുറ്റത്ത് അവൾക്ക് വലിയൊരു പാഠം നൽകാൻ തയ്യാറെടുക്കുകയായിരുന്നു. കോടതി മുറിയിലെ തണുപ്പുള്ള അന്തരീക്ഷത്തിലും സോണിയ വല്ലാതെ വിയർക്കുന്നുണ്ട്. തന്റെ എതിർഭാഗത്ത് നിൽക്കുന്നത് വെറും ഒരു ചായക്കാരനല്ല, മറിച്ച് അതിസൂക്ഷ്മമായി നിയമം പഠിച്ച ഒരു പോരാളിയാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. കേസ് ആരംഭിച്ചു. നഗരത്തിലെ ഒരു വലിയ വ്യവസായിക്കെതിരെ പാവപ്പെട്ട ഒരു കുടുംബം നൽകിയ വഞ്ചനാ കേസായിരുന്നു അത്. സോണിയ ആ വ്യവസായിക്ക് വേണ്ടിയാണ് ഹാജരായത്. തന്റെ സ്വാധീനവും പണവും ഉപയോഗിച്ച് ആ കേസ് അടിച്ചമർത്താനായിരുന്നു അവളുടെ ശ്രമം. സോണിയ തന്റെ വാദങ്ങൾ അതിശക്തമായി അവതരിപ്പിച്ചു. മൈ ലോർഡ്, എന്റെ കക്ഷിക്ക് ഈ വഞ്ചനത്തിൽ യാതൊരു പങ്കുമില്ല. പരാതിക്കാർ സമർപ്പിച്ച രേഖകളെല്ലാം വ്യാജമാണ്. അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. സോണിയ തന്റെ പതിവ് ശൈലിയിൽ പറഞ്ഞു. തന്റെ വാദങ്ങൾ കേട്ട് ജഡ്ജി തികച്ചും തൃപ്തനാകുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ സൗരഭിന്റെ ഊഴം വന്നപ്പോൾ കോടതി മുറിയിൽ മറ്റൊരു ഊർജം നിറഞ്ഞു. സൗരഭ് വളരെ ശാന്തനായി എഴുന്നേറ്റ് നിന്നു. അവൻ തന്റെ കയ്യിലിരുന്ന ഫയലിൽ നിന്ന് ചില രേഖകൾ പുറത്തെടുത്തു. മൈ ലോർഡ്, ആർക്കാണ് തെറ്റ് പറ്റിയതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം, സൗരഭ് പറഞ്ഞു. സോണിയയുടെ കക്ഷി പാവപ്പെട്ട കുടുംബത്തെ കൊണ്ട് ബലം പ്രയോഗിച്ച ചില ശൂന്യമായ കടലാസുകളിൽ ഒപ്പിട്ട് വെച്ചതാണെന്ന് അവൻ തെളിയിക്കാൻ തുടങ്ങി. അവൻ സാക്ഷിക്കൂട്ടിലുണ്ടായിരുന്ന വൃദ്ധനായ പരാതിക്കാരനോട് വളരെ വിനയത്തോടെ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് സത്യം പുറത്ത് കൊണ്ടുവന്നു. സൗരഭിന്റെ ഓരോ ചോദ്യവും സോണിയയുടെ വാദങ്ങളുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. അവൻ വെറും ഒരു വക്കീലായല്ല, മറിച്ച് നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് സംസാരിച്ചത്. അവൻ പറഞ്ഞു, ജഡ്ജി സർ, പുറമോടി കണ്ട് ആളുകളെ വിലയിരുത്തുന്നത് എത്ര അപകടമാണെന്ന് ഈ കേസ് തെളിയിക്കുന്നു. ഒരു വശത്ത് കോടീശ്വരനായ വ്യവസായി, മറുവശത്ത് കിടപ്പാടം നഷ്ടപ്പെട്ട സാധുവായ ഒരു കുടുംബം. പണം നിയമത്തിനു മുകളിലാണെന്ന് കരുതുന്നവരുടെ കാലം കഴിഞ്ഞു. ഈ വാദങ്ങൾ കേൾക്കുമ്പോൾ സോണിയുടെ ഉള്ളിൽ ആ പഴയ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. നിന്റെയൊക്കെ സ്റ്റാറ്റസ് നീ മനസ്സിലാക്കണം. സൗരഭ് തന്റെ വാക്കുകൾ കൊണ്ട് സോണിയക്ക് മറുപടി നൽകി. സോണിയയുടെ കയ്യിലുണ്ടായിരുന്ന ശക്തമായ തെളിവുകളെല്ലാം വെറും കടലാസ് തുണ്ടുകളായി മാറി. സൗരഭ് കോടതിയിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കി. അവൻ തന്റെ അച്ഛന്റെ അസുഖത്തെക്കുറിച്ചോ താൻ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചോ പറഞ്ഞ് സഹതാപം പിടിച്ചുപറ്റാൻ ശ്രമിച്ചില്ല. പകരം അവൻ തന്റെ കഴിവിൽ വിശ്വസിച്ചു. കോടതി മുറിയിലുണ്ടായിരുന്ന മറ്റു മുതിർന്ന അഭിഭാഷകർ പോലും ഈ യുവ വക്കീലിന്റെ വാക്കുകൾ കേട്ട് അമ്പരന്നു. സോണിയയുടെ ക്ലയന്റ് ഭയപ്പെട്ട് വിയർക്കാൻ തുടങ്ങി. താൻ വിജയിക്കുമെന്ന് ഉറപ്പിച്ച സോണിയക്ക് തന്റെ തോൽവി കൺമുന്നിൽ കാണാനായി. ജഡ്ജി സൗരഭിന്റെ വാദങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടു. കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുമ്പോൾ കോടതി മുറിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും മനസ്സിൽ സൗരഭ് എന്ന വക്കീൽ തന്റെ സ്ഥാനം ഉറച്ചു കഴിഞ്ഞിരുന്നു. കോടതിക്ക് പുറത്തിറങ്ങിയ സോണിയക്ക് നേരെ നോക്കാൻ പോലും സൗരഭ് തയ്യാറായില്ല. അവൻ വീണ്ടും തന്റെ സാധാരണ രൂപത്തിലേക്ക് മാറാൻ തയ്യാറെടുക്കുകയായിരുന്നു. കറുത്ത കോട്ടിനുള്ളിൽ ഒരു വലിയ മനുഷ്യൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് സോണിയക്ക് അന്ന് ആദ്യമായി തോന്നി. കോടതി നടപടികൾ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടന്നു. കേസ് ജയിക്കാൻ സോണിയ തന്റെ അവസാന അടവും പുറത്തെടുത്തു. എതിർഭാഗത്തെ സാക്ഷികളെ സ്വാധീനിക്കാനും അവ
അവരുടെ മൊഴികൾ മാറ്റാനും അവൾ രഹസ്യമായി ശ്രമിച്ചിരുന്നു. പണവും സ്വാധീനവും ഉപയോഗിച്ച് നീതിയെ വിലക്കു വാങ്ങാൻ കഴിയുമെന്ന് അവൾ ഇപ്പോഴും വിശ്വസിച്ചു. എന്നാൽ സൗരഭ് ഇതിനെല്ലാം ഒരു പടി മുന്നിലായിരുന്നു. തന്റെ ചായ കച്ചവടത്തിനിടയിൽ അവൻ കേവലം ചായ മാത്രമല്ല വിറ്റിരുന്നത്, മറിച്ച് കോടതി പരിസരത്തെ ഓരോ ചലനങ്ങളും അവൻ നിശബ്ദനായി നിരീക്ഷിച്ചിരുന്നു. അന്ന് കോടതിയിൽ സൗരഭ് അപ്രതീക്ഷിതമായ ഒരു ഡിജിറ്റൽ തെളിവ് ഹാജരാക്കി. വഞ്ചന നടന്ന ദിവസം സോണിയുടെ കക്ഷി ഒരു ഹോട്ടലിൽ വെച്ച് പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന്റെയും പണം വാഗ്ദാനം ചെയ്യുന്നതിന്റെയും CCTV ദൃശ്യങ്ങളായിരുന്നു അത്. ചായ വിൽക്കുന്നതിനിടയിൽ സൗരഭ് സമ്പാദിച്ച സൗഹൃദങ്ങളാണ് ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്താൻ അവനെ സഹായിച്ചത്. സാധാരണക്കാരനായ ഒരു ചായക്കാരനെന്ന നിലയിൽ അവനെ ആരും സംശയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം രഹസ്യങ്ങൾ അവനിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേർന്നു. വീഡിയോ ദൃശ്യങ്ങൾ കോടതിയിൽ പ്രദർശിപ്പിച്ചതോടെ സോണിയുടെ മുഖം വിളറി. അവളുടെ കക്ഷി തല താഴ്ത്തി നിന്നു. മൈ ലോർഡ്, ഈ തെളിവ് നിയമവിരുദ്ധമായി ശേഖരിച്ചതാണ് എന്ന് സോണിയ വിളിച്ചു പറഞ്ഞെങ്കിലും ജഡ്ജി അത് തള്ളി. സത്യം പുറത്തു കൊണ്ടുവരാൻ ഏത് മാർഗവും സ്വീകരിക്കാം, അത് നീതിക്ക് വേണ്ടിയാണെങ്കിൽ, ജഡ്ജി ഗൗരവത്തോടെ പറഞ്ഞു. സൗരഭിന്റെ തന്ത്രപരമായ നീക്കം സോണിയയുടെ എല്ലാ പ്രതിരോധങ്ങളെയും തകർത്ത് കളഞ്ഞു. അന്ന് വൈകുന്നേരം കോടതി പിരിഞ്ഞപ്പോൾ സോണിയയുടെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർന്നിരുന്നു. അവർ തന്റെ വില കൂടിയ കാറിനടുത്തേക്ക് നടക്കുമ്പോൾ കോടതി ഗേറ്റിന് പുറത്ത് പഴയതുപോലെ തന്റെ ചെറിയ ചായക്കടയുമായി നിൽക്കുന്ന സൗരഭിനെ കണ്ടു. അവനിപ്പോൾ കറുത്ത കോട്ട് അഴിച്ചുവെച്ച് മുഷിഞ്ഞ പഴയ വസ്ത്രം ധരിച്ച് ചായ തിളപ്പിക്കുകയാണ്. സോണിയ കുറച്ചുനേരം അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ ഉള്ളിലെ അഹങ്കാരം ഓരോ നിമിഷവും അലിഞ്ഞു പോവുകയാണ്. അവൾ പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. നീ എന്തിനാണ് ഈ നാടകം കളിക്കുന്നത്? നീ ഒരു മിടുക്കനായ വക്കീലല്ലേ? നിനക്ക് വലിയ ഓഫീസിലിരുന്ന് ജോലി ചെയ്തൂടെ? സോണിയ പതുങ്ങിയ ശബ്ദത്തിൽ ചോദിച്ചു. സൗരഭ് ചായക്കപ്പ് കഴുകുന്നതിനിടയിൽ തല ഉയർത്തി അവളെ നോക്കി. അവൻ ശാന്തനായി പറഞ്ഞു, ഇതൊരു നാടകമല്ല മാഡം. രാവിലെ ഞാൻ ചായ വിൽക്കുന്നത് എന്റെ അച്ഛനും മരുന്നും എന്റെ കുടുംബത്തിന് ഭക്ഷണവും വാങ്ങാനാണ്. കോടതിയിൽ കോട്ടിടുന്നത് നീതിക്ക് വേണ്ടി പോരാടാനാണ്. ജോലിയിൽ വലിപ്പച്ചെറുപ്പമില്ല. നിങ്ങൾ പറഞ്ഞ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, അത് അധ്വാനിക്കുന്നവന്റെ വിയർപ്പിലാണ് അളക്കേണ്ടത്, അവന്റെ വസ്ത്രത്തിലല്ല. സൗരഭിന്റെ വാക്കുകൾ സോണിയുടെ ഹൃദയത്തിൽ നേരിട്ട് തറച്ചു. അവൾ അന്ന് ആദ്യമായി തന്റെ വസ്ത്രത്തെയും പദവിയെയും കുറിച്ച് ലജ്ജിച്ചു. തന്റെ അറിവിനേക്കാൾ വലിയ പാഠമാണ് ഈ യുവാവ് തനിക്ക് നൽകുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എന്റെ കക്ഷി നിന്നെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട്, നീ സൂക്ഷിക്കണം എന്നൊരു മുന്നറിയിപ്പ് നൽകി അവൾ അവിടെ നിന്ന് മടങ്ങി. സൗരഭ് ചിരിച്ചുകൊണ്ട് വീണ്ടും അടുത്ത കസ്റ്റമർക്ക് ചായ പകർന്നു നൽകി. അധ്വാനിക്കുന്നവന് ഒന്നിനെയും പേടിക്കാനില്ലെന്ന് ആ ചിരി വിളിച്ചു പറയുന്നുണ്ട്. സൗരഭ് നൽകിയ മറുപടി സോണിയുടെ ചിന്താഗതിയെ അടിമുടി മാറ്റിമറിച്ചു. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ ആഡംബര മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൾ കണ്ടത് പണവും പ്രശസ്തിയും മാത്രം ലക്ഷ്യമിട്ട് ഓടുന്ന ഒരു യന്ത്രത്തെയായിരുന്നു. സൗരഭിന്റെ ശാന്തമായ മുഖവും അവന്റെ വാക്കുകളും അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. താൻ ഇതുവരെ ജയിച്ച കേസുകളെല്ലാം നീതിക്ക് വേണ്ടിയായിരുന്നോ അതോ വെറും പണത്തിന് വേണ്ടിയായിരുന്നോ എന്ന് അവൾ സ്വയം ചോദിച്ചു. അടുത്ത ദിവസം രാവിലെ കോടതിയിലെത്തിയ സോണിയ നേരെ പോയത് സൗരഭിന്റെ ചായക്കടയിലേക്കാണ്. വലിയ അഭിഭാഷകർ ആരും തന്നെ ആ ചെറിയ കടയിൽ പോയി ചായ കുടിക്കാറില്ല. എന്നാൽ സോണിയ തന്റെ വില കൂടിയ സാരിയുടെ തുമ്പ് ഒതുക്കി പിടിച്ച് ആ ബെഞ്ചിൽ ഇരുന്നു. എനിക്കൊരു ഇഞ്ചി ചായ തരൂ, അവൾ സൗരഭിനോട് പറഞ്ഞു. ചുറ്റുമുള്ളവർ അത്ഭുതത്തോടെ അവരെ നോക്കി. സൗരഭ് ഒന്നും ചോദിച്ചില്ല. ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൾക്ക് ചായ നൽകി. ചായ കുടിക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു, നിന്റെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? സൗരഭ് തന്റെ അച്ഛന്റെ അസുഖത്തെക്കുറിച്ചും അതിനായി താൻ നടത്തുന്ന പോരാട്ടങ്ങളെക്കുറിച്ചും അവളോട് സംസാരിച്ചു. സോണിയ ആദ്യമായി ഒരാളുടെ സങ്കടങ്ങൾ ഹൃദയം കൊണ്ട് കേട്ടു. പണം കൊണ്ട് എന്തും നേടാം എന്നു കരുതിയവൾക്ക് മുന്നിൽ കഠിനാധ്വാനം കൊണ്ട് അന്തസ് നേടിയെടുക്കുന്ന ഒരു യുവാവിന്റെ കഥ പുതിയൊരു വെളിച്ചമായി മാറി. ആ ദിവസം കോടതിയിൽ കേസിന്റെ അവസാന വിധി വരാനിരിക്കുകയായിരുന്നു. സോണിയ തന്റെ കക്ഷിക്ക് അനുകൂലമായി വാദിക്കുന്നതിന് പകരം നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ തീരുമാനിച്ചു. തന്റെ കക്ഷി തന്ന രേഖകളിൽ പലതും വ്യാജമാണെന്ന് അവൾ ജഡ്ജിക്ക് മുന്നിൽ തുറന്നു സമ്മതിച്ചു. ഒരു അഭിഭാഷിക എന്ന നിലയിൽ തന്റെ കക്ഷിയെ വഞ്ചിക്കുകയല്ല, മറിച്ച് സത്യത്തെ തുണക്കുകയാണ് വേണ്ടതെന്ന് അവൾ പ്രഖ്യാപിച്ചു. കോടതി മുറിയിൽ വലിയ ബഹളമായി. സോണിയുടെ കക്ഷി അവൾക്കെതിരെ തട്ടിക്കയറി. പക്ഷേ സോണിയ കുലുങ്ങിയില്ല. ജഡ്ജി വിധി പ്രസ്താവിച്ചു. പാവപ്പെട്ട ആ കുടുംബത്തിന് അവരുടെ അവകാശപ്പെട്ട സ്വത്ത് തിരികെ ലഭിച്ചു. സൗരഭ് ആ കേസ് വിജയിച്ചു. കോടതി പിരിഞ്ഞപ്പോൾ ആ വൃദ്ധനായ പരാതിക്കാരൻ സൗരഭിന്റെയും സോണിയുടെയും കൈകൾ പിടിച്ച് കരഞ്ഞു. ആ കണ്ണീരിൽ വലിയൊരു നന്ദി ഉണ്ടായിരുന്നു. സോണിയക്ക് തന്റെ കരിയറിലെ ഏറ്റവും വലിയ സമാധാനം ലഭിച്ചത് ആ നിമിഷത്തിലാണ്. തോറ്റ കേസിലായിരുന്നു അവൾ യഥാർത്ഥത്തിൽ വിജയിച്ചത്. സൗരഭ് സോണിയയുടെ അടുത്ത് വന്ന് പറഞ്ഞു, മാഡം, നിങ്ങൾ ഇന്ന് ചെയ്തത് വലിയൊരു
കാര്യമാണ്. ഒരു നല്ല വക്കീൽ ആകുന്നതിനേക്കാൾ പ്രധാനം ഒരു നല്ല മനുഷ്യനാവുക എന്നതാണ്. സോണിയ വിനയത്തോടെ തലകുനിച്ചു. എനിക്കാ പാഠം പഠിപ്പിച്ചു തന്നത് നീയാണ് സൗറഭ്, അവൾ പറഞ്ഞു. അന്നു മുതൽ സോണിയ പൂർണ്ണമായും മാറി. അവൾ തന്റെ അഹങ്കാരം വെടിഞ്ഞു. എല്ലാ ദിവസവും സൗരഭിന്റെ കടയിൽ നിന്ന് ചായ കുടിക്കുന്നത് അവളുടെ പതിവായി മാറി. അവർ തമ്മിലുള്ള ബന്ധം വെറും സൗഹൃദത്തിനപ്പുറം ആഴത്തിലുള്ള ബഹുമാനമായി വളർന്നു. സോണിയ തന്റെ വലിയ ഫീസുകൾ കുറച്ചു. പാവപ്പെട്ടവർക്ക് വേണ്ടി സൗജന്യമായി വാദിക്കാൻ അവൾ സൗരഭിനൊപ്പം ചേർന്നു. നഗരത്തിലെ ഏറ്റവും ശക്തമായ വക്കീൽ കൂട്ടുകെട്ടായി അവർ മാറി. ചായക്കാരൻ പയ്യൻ എന്നവനെ പരിഹസിച്ചിരുന്നവർ ഇപ്പോൾ അവനെ ബഹുമാനത്തോടെ സൗരഭ് സർ എന്ന് വിളിക്കാൻ തുടങ്ങി. ഒരാളുടെ സ്റ്റാറ്റസ് മാറാൻ പണം വേണ്ടെന്നും മനസ്സ് മതിയെന്നും ആ കോടതി മുറ്റം സാക്ഷ്യം വഹിച്ചു. സൗരഭും സോണിയയും ഇപ്പോൾ കോടതിയിലെ വെറും സഹപ്രവർത്തകരല്ല, മറിച്ച് പരസ്പരം ബഹുമാനമുള്ള സുഹൃത്തുക്കളാണ്. സൗരഭ് തന്റെ അച്ഛന്റെ ആരോഗ്യം മെച്ചപ്പെട്ടതോടെ ചായ കച്ചവടം ഭാഗികമായി നിർത്തി. മുഴുവൻ സമയം അഭിഭാഷകനായി മാറി. എങ്കിലും താൻ നടന്നു വന്ന വഴികൾ അവൻ മറന്നില്ല. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും നീതി ലഭിക്കാനായി അവൻ തന്റെ ചെറിയ ഓഫീസിൽ ഒരു ലീഗൽ ഹെൽപ്പ് സെന്റർ ആരംഭിച്ചു. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും കോടതിയുടെ വാതിലുകൾ അടയരുത് എന്നതായിരുന്നു അവന്റെ ഏക ലക്ഷ്യം. സൗരഭിന്റെ ഈ മാറ്റം സോണിയയെയും സ്വാധീനിച്ചു. അവൾ പണ്ട് വാദിച്ചിരുന്ന വലിയ കോർപ്പറേറ്റ് കേസുകൾക്ക് പകരം സത്യസന്ധമായ കേസുകൾ മാത്രം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. തന്റെ ഒഴിവു സമയങ്ങളിൽ അവൾ സൗരഭിന്റെ ലീഗൽ സെന്ററിൽ വരികയും ദരിദ്രരായ കക്ഷികൾക്കായി ഫയലുകൾ തയ്യാറാക്കാൻ സഹായിക്കുകയും ചെയ്തു. നഗരത്തിലെ അഭിഭാഷകർക്കിടയിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറി. ആ അഹങ്കാരിയായ വക്കീൽ എങ്ങനെ എത്ര മാറി എന്ന് പലരും അത്ഭുതപ്പെട്ടു. എന്നാൽ നന്മയുടെ വാതിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുക്കളും വർദ്ധിക്കുമെന്ന് സ്വാഭാവികമായിരുന്നു. നഗരത്തിലെ അതിശക്തനായ ഒരു ബിസിനസ് ഭീമൻ വിശാൽ ഖന്ന ഒരു വലിയ കേസുമായി സൗരഭിനെ സമീപിച്ചു. വിശാൽ ഖന്നയുടെ ഫാക്ടറിയിലെ മാലിന്യങ്ങൾ കാരണം അടുത്തുള്ള ഗ്രാമത്തിലെ ജലസ്രോതസ്സുകൾ മലിനമാവുകയും നിരവധി കുട്ടികൾ രോഗബാധിതരാവുകയും ചെയ്തിരുന്നു. ഗ്രാമവാസികൾ നൽകിയ കേസ് എങ്ങനെയെങ്കിലും അടിച്ചമർത്തണമെന്നായിരുന്നു വിശാൽ ഖന്നയുടെ ആവശ്യം. സൗരഭ്, നിനക്ക് വേണ്ടത് പണമാണോ അതോ പ്രശസ്തിയാണോ? ഈ കേസ് നീ എനിക്ക് അനുകൂലമായി തീർക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം തന്നെ ഞാൻ മാറ്റിമറിക്കും. നിനക്കൊരു വലിയ ഓഫീസ് ഞാൻ പണിതു തരാം. വിശാൽ ഖന്ന വലിയൊരു തുകയുടെ ചെക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. സൗരഭ് ആ ചെക്ക് നോക്കുക പോലും ചെയ്യാതെ ശാന്തമായി പറഞ്ഞു, വിശാൽ സാർ, നിങ്ങളുടെ പണത്തിന് എന്റെ ആദർശങ്ങളെ വാങ്ങാൻ കഴിയില്ല. ആ ഗ്രാമത്തിലെ കുട്ടികളുടെ ജീവനാണ് എനിക്ക് നിങ്ങളുടെ പണത്തേക്കാൾ വലുത്. ഞാൻ ആ ഗ്രാമവാസികൾക്ക് വേണ്ടിയായിരിക്കും കോടതിയിൽ നിൽക്കുന്നത്. സൗരഭിന്റെ ഈ മറുപടി വിശാൽ ഖന്നയെ വല്ലാതെ പ്രകോപിച്ചു. നീ നിന്റെ സ്റ്റാറ്റസ് മറന്ന് സംസാരിക്കുകയാണ്. നിന്നെ തകർക്കാൻ എനിക്കൊരു നിമിഷം മതി എന്ന് ഭീഷണിപ്പെടുത്തി അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വിശാൽ ഖന്ന പുറത്തിറങ്ങിയ ഉടനെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് സൗരഭിനെതിരെ കെണികൾ ഒരുക്കാൻ തുടങ്ങി. സൗരഭിന്റെ ലീഗൽ സെന്റർ അനധികൃതമാണെന്നും അവർ കക്ഷികളിൽ നിന്നും രഹസ്യമായി പണം വാങ്ങുന്നുണ്ടെന്നും ആരോപിച്ച് ചില കള്ളപ്പരാതികൾ ബാർ കൗൺസിലിന് നൽകപ്പെട്ടു. സൗരഭിന്റെ സത്യസന്ധതയെ ലോകത്തിനു മുന്നിൽ ചോദ്യം ചെയ്യുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. ഈ വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതോടെ സൗരഭ് വല്ലാതെ തളർന്നു. താൻ ആർക്കു വേണ്ടിയാണോ പോരാടുന്നത് അവർ തന്നെ സംശയിക്കാൻ തുടങ്ങിയത് അവനെ വേദനിപ്പിച്ചു. എന്നാൽ സോണിയ അവനെ ചേർത്തു പിടിച്ചു. സൗരഭ്, സത്യം എന്നും ജയിക്കും. നിന്റെ പോരാട്ടത്തിൽ നീ ഒറ്റക്കല്ല എന്നവൾ ഉറപ്പു നൽകി. ഇരുവരും ചേർന്ന് ആ വലിയ ശക്തിക്കെതിരെ പോരാടാൻ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി. വിശാൽ ഖന്ന എന്ന ക്രൂരനായ വ്യവസായിയെ എതിർത്തതോടെ സൗരഭിന്റെ ജീവിതത്തിൽ കരിനിഴൽ വീണു തുടങ്ങി. താൻ ആഗ്രഹിച്ചതുപോലെ കേസ് ഒത്തുതീർപ്പാക്കാൻ തയ്യാറാകാത്ത സൗരഭിനെ തകർക്കാൻ വിശാൽ കൊടും ചതിയാണ് ആസൂത്രണം ചെയ്തത്. നഗരത്തിലെ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരെയും ചില മാധ്യമ പ്രവർത്തകരെയും വിശാൽ പണം നൽകി വശത്താക്കി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നഗരത്തിലെ പ്രമുഖ പത്രങ്ങളിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. പാവങ്ങളുടെ വക്കീൽ എന്നറിയപ്പെടുന്ന സൗരഭ് വർമ്മ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിൽ. സൗരഭിന്റെ ഓഫീസിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കണ്ടെടുത്തു എന്നായിരുന്നു ആരോപണം. യഥാർത്ഥത്തിൽ ഖന്നയുടെ ആളുകൾ രഹസ്യമായി സൗരഭിന്റെ ഓഫീസിൽ പണം ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. ആ നിമിഷം തന്നെ പോലീസും മാധ്യമങ്ങളും അവിടെ എത്തി. ഒരു നിമിഷം കൊണ്ട് സൗരഭ് പടുത്തുയർത്തിയ എല്ലാ അന്തസ്സും തകർന്നു വീണു. ബാർ കൗൺസിൽ അവന്റെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. തെരുവിൽ ആളുകൾ അവനെ നോക്കി പരിഹസിക്കാൻ തുടങ്ങി. ചായക്കാരൻ വക്കീൽ പണത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ എന്നായിരുന്നു പലരുടെയും സംസാരം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സൗരഭ് തീർത്തും ഒറ്റപ്പെട്ടു പോയി. അവന്റെ ഒപ്പമുണ്ടായിരുന്ന ജൂനിയർ വക്കീലന്മാർ പോലും ഭയം കാരണം പിന്മാറി. എന്നാൽ സോണിയ മാത്രം അവനെ കൈവിട്ടില്ല. അവൾക്ക് സൗരഭിനെ നന്നായി അറിയാം. അവൻ അധ്വാനത്തിന്റെ വില അറിയുന്നവനാണെന്നും ഒരിക്കലും അഴിമതിക്ക് കൂട്ടുനിൽക്കില്ലെന്നും അവൾക്ക് ഉറപ്പായിരുന്നു. സൗരഭ്, നീ
വിഷമിക്കേണ്ട. ഈ ചതിക്കു പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം. സത്യം ഞാൻ തെളിയിക്കും. സോണിയ അവന് ധൈര്യം നൽകി. സോണിയ സ്വന്തം നിലയിൽ അന്വേഷണം ആരംഭിച്ചു. വിശാൽ ഖന്നയുടെ ഓഫീസിലെ ചില ജീവനക്കാരെ അവൾ രഹസ്യമായി നിരീക്ഷിച്ചു. സൗരഭിന്റെ ഓഫീസിൽ പണം വെക്കാൻ വന്ന ആളെ അവൾ തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ വിശാൽ സോണിയയെയും ഭീഷണിപ്പെടുത്തി. നീ ആ ചായക്കടക്കാരന്റെ കൂടെ നിന്നാൽ നിന്റെ കരിയറും നശിക്കും. വിശാൽ മുന്നറിയിപ്പ് നൽകി. പക്ഷേ സോണിയ കുലുങ്ങിയില്ല. പഴയ അഹങ്കാരിയായ സോണിയയിൽ നിന്നും നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു പുതിയ സോണിയ പിറവിയെടുത്ത് കഴിഞ്ഞിരുന്നു. അന്വേഷണ കമ്മീഷന് മുന്നിൽ വാദം നടക്കുമ്പോൾ സോണിയ വളരെ തന്ത്രപരമായി നീങ്ങി. സൗരഭിന്റെ ഓഫീസിനടുത്തുള്ള ഒരു CCTV ക്യാമറയിൽ നിന്നും വിശാലിന്റെ ഗുണ്ടകൾ പണവുമായി അകത്തേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ അവൾ കണ്ടെത്തിയിരുന്നു. കൂടാതെ വിശാലും സഹായികളും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡും അവൾ ഹാജരാക്കി. കോടതി മുറിയിൽ എല്ലാവരും നിശബ്ദരായി. സത്യം വെളിച്ചത്ത് വന്നപ്പോൾ ഖന്നയുടെ മുഖം വിളറി. സൗരഭിനെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും കോടതി തള്ളി. അവന്റെ ലൈസൻസ് തിരികെ നൽകാൻ ഉത്തരവിട്ടു. വിശാലിനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യാൻ ജഡ്ജി ഉത്തരവിട്ടു. കോടതിക്ക് പുറത്തിറങ്ങിയ സൗരഭിനെ മാധ്യമങ്ങൾ വളഞ്ഞു. പക്ഷേ അവൻ ആരോടും ദേഷ്യപ്പെട്ടില്ല. അവൻ സോണിയയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഇല്ലാതായേനെ, സൗരഭ് വിതുമ്പി. സോണിയ പുഞ്ചിരിയോടെ അവന്റെ കൈ പിടിച്ചു. നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ഈ പോരാട്ടം ഇനി നിർത്താൻ പാടില്ല, അവൾ പറഞ്ഞു. ഈ സംഭവം അവർക്കിടയിലുള്ള വിശ്വാസവും സ്നേഹവും കൂടുതൽ ദൃഢമാക്കി. സൗരഭിനെതിരെയുള്ള കള്ളക്കേസുകൾ തകർന്നിടിയുകയും അവന്റെ നിരപരാധിത്വം തെളിയുകയും ചെയ്തതോടെ നഗരത്തിൽ അവന്റെ പേര് ഒരു വിസ്മയമായി മാറി. പണത്തിനും സ്വാധീനത്തിനും സത്യത്തെ അധികകാലം മൂടിവെക്കാൻ കഴിയില്ലെന്ന് ആ സംഭവം തെളിയിച്ചു. ഈ പോരാട്ടത്തിൽ അവനൊപ്പം ഉറച്ചുനിന്ന സോണിയയോടുള്ള സൗരഭിന്റെ ബഹുമാനവും സൗഹൃദവും പുതിയൊരു തലത്തിലേക്ക് വളർന്നു. താൻ പണ്ട് അധിക്ഷേപിച്ച ഒരു മനുഷ്യനു വേണ്ടി തന്റെ കരിയർ പോലും പണയപ്പെടുത്തി അവൾ നടത്തിയ പോരാട്ടം സൗരഭിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. സൗരഭിന്റെ അച്ഛൻ ആരോഗ്യവാനായി ആശുപത്രിയിൽ നിന്നും മടങ്ങിയെത്തി. തന്റെ മകൻ ഒരു മികച്ച അഭിഭാഷകനായി മാറിയതിനേക്കാൾ ഉപരി അവൻ മുറുകെ പിടിച്ച മൂല്യങ്ങളാണ് അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷം നൽകിയത്. സൗരഭും സോണിയയും തമ്മിലുള്ള ബന്ധം വെറും സൗഹൃദത്തിനപ്പുറമാണെന്ന് അവരുടെ വീട്ടുകാർക്കും ബോധ്യമായി. അവർ തമ്മിലുള്ള വിവാഹം ലളിതമായ ഒരു ചടങ്ങായി നടത്താൻ തീരുമാനിച്ചു. വിവാഹ ദിവസം നഗരം സാക്ഷ്യം വഹിച്ചത് അത്യന്തം വികാരനിർഭരമായ ഒരു ചടങ്ങിലായിരുന്നു. സാധാരണ വക്കീൽ വിവാഹങ്ങളിൽ കാണാറുള്ള ആർഭാടങ്ങളോ പണക്കൊഴുപ്പോ അവിടെ ഉണ്ടായിരുന്നില്ല. നഗരത്തിലെ പ്രമുഖരെക്കാൾ കൂടുതൽ ആ വിവാഹത്തിനെത്തിയത് കോടതിയിലെ സാധാരണക്കാരായ ജീവനക്കാരായിരുന്നു. ചായക്കടക്കാരും ഗുമസ്തന്മാരും കോടതിയിലെ ക്ലീനർമാരും മുമ്പ് സൗരഭ് സൗജന്യമായി കേസ് വാദിച്ചു സഹായിച്ച പാവപ്പെട്ട കക്ഷികളും ആ കല്യാണ പന്തലിൽ നിറഞ്ഞു നിന്നു. സോണിയ വധുവായി എത്തിയപ്പോൾ അവളുടെ മുഖത്ത് പഴയ അഹങ്കാരത്തിന് പകരം വല്ലാത്തൊരു ശാന്തതയും വിനയവും പ്രകടമായിരുന്നു. വിവാഹശേഷം സോണിയോടൊപ്പം നിൽക്കുമ്പോൾ സൗരഭ് പറഞ്ഞു, ഈ കോട്ട് എനിക്ക് നൽകിയ അന്തസ്സിനേക്കാൾ വലുതാണ് ആ പഴയ ചായക്കട എനിക്ക് നൽകിയ ജീവിത പാഠങ്ങൾ. വിവാഹത്തിന് ശേഷം അവർ തങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ ഒന്നിപ്പിച്ചു. സൗരഭിന്റെ ചെറിയ ലീഗൽ ഹെൽപ്പ് സെന്റർ അവർ ഒരു വലിയ ട്രസ്റ്റായി മാറ്റി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പണമില്ലാത്തതിന്റെ പേരിൽ നീതി നിഷേധിക്കപ്പെട്ടവർ അവരെ തേടിയെത്തി. സോണിയ തന്റെ വലിയ കോർപ്പറേറ്റ് കേസുകൾ കുറക്കുകയും പകരം പാവപ്പെട്ടവർക്ക് വേണ്ടി കോടതിയിൽ ശബ്ദമുയർത്തുകയും ചെയ്തു. അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ വലിയൊരു ഭാഗം പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി അവർ മാറ്റിവെച്ചു. ഒരിക്കൽ അവർ കോടതിക്ക് പുറത്തു നിൽക്കുമ്പോൾ ഒരു യുവ അഭിഭാഷകൻ തന്റെ ജൂനിയറെ വസ്ത്രത്തിന്റെ പേരിൽ പരിഹസിക്കുന്നത് കണ്ടു. ഉടനെ സോണിയ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അഡ്വക്കേറ്റ്, ഒരാളുടെ വസ്ത്രം നോക്കിയല്ല അയാളുടെ കഴിവും പദവിയും അളക്കേണ്ടത്. ഈ നിൽക്കുന്ന സൗരഭ് വക്കീൽ പണ്ടിവിടെ ചായ വിറ്റിരുന്ന ഒരാളാണ്. ഇന്ന് നഗരത്തിലെ ഏറ്റവും മികച്ച അഭിഭാഷകനാണ് അദ്ദേഹം. സ്റ്റാറ്റസ് ഉണ്ടാവുന്നത് നമ്മുടെ പ്രവൃത്തിയിലാണ്, അല്ലാതെ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിലല്ല. ആ വാക്കുകൾ കേട്ട് ആ യുവ അഭിഭാഷകൻ തല താഴ്ത്തി മാപ്പ് പറഞ്ഞു. സൗരഭും സോണിയയും ഇപ്പോൾ കേവലം പങ്കാളികൾ മാത്രമല്ല, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പരസ്പരം താങ്ങായി നിൽക്കുന്ന രണ്ട് കരുത്തരായ വ്യക്തികളാണ്. ചായക്കടക്കാരനായ പയ്യനിൽ നിന്നും നഗരം ആദരിക്കുന്ന അഭിഭാഷകനിലേക്കുള്ള സൗരഭിന്റെ വളർച്ചയിൽ സോണിയയും അവളുടെ മാറ്റവും ഒരു വലിയ പങ്ക് വഹിച്ചു. അവരുടെ ജീവിതം നഗരത്തിലെ ഓരോ സാധാരണക്കാരനും വലിയൊരു പ്രതീക്ഷയായി മാറി. സൗരഭിന്റെയും സോണിയുടെയും ജീവിതം ഇപ്പോൾ സ്നേഹത്തിന്റെയും നീതിയുടെയും പുതിയ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വിവാഹത്തിന് ശേഷം വർഷങ്ങൾ കടന്നുപോയി. അവരുടെ പോരാട്ടങ്ങൾക്കും കഠിനാധ്വാനത്തിനും മധുരമായ ഒരു ഫലം എന്ന വണ്ണം അവർക്കൊരു പെൺകുഞ്ഞ് പിറന്നു. തങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച ആ വലിയ മൂല്യത്തിന്റെ ഓർമ്മക്കായി അവർ അവൾക്ക് ന്യായ എന്ന് പേരിട്ടു. ന്യായ വളർന്നത് സാധാരണ കുട്ടികളെ പോലെയായിരുന്നു. അവൾ കണ്ട കളിക്കൂട്ടുകാരും കേട്ട കഥകളും നിയമത്തെയും സത്യത്തെയും കുറിച്ചുള്ളതായിരുന്നു. വൈകുന്നേരങ്ങളിൽ
ദിനങ്ങളിൽ സൗരഭും സോണിയയും തങ്ങളുടെ ലീഗൽ ഹെൽപ്പ് സെന്ററിൽ ഇരിക്കുമ്പോൾ ന്യായ അവിടെയുള്ള ചെറിയ കസേരയിലിരുന്ന് അവർ പാവപ്പെട്ടവരോട് സംസാരിക്കുന്നത് ശ്രദ്ധയോടെ നോക്കി നിൽക്കുമായിരുന്നു. ആളുകൾ കണ്ണീരോടെ വന്ന് നന്ദി പറയുന്നത് കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ന്യായക്ക് 7-8 വയസ്സുള്ളപ്പോൾ അവൾക്കൊരു സംശയമുണ്ടായി. ഒരിക്കൽ അച്ഛന്റെ പഴയ ഫോട്ടോകൾ നോക്കുന്നതിനിടയിൽ കോടതിക്ക് പുറത്ത് ചായ വിൽക്കുന്ന സൗരഭിന്റെ ഒരു ചിത്രം അവൾ കണ്ടു. അവൾ കൗതുകത്തോടെ ചോദിച്ചു, അച്ഛാ, അച്ഛൻ പണ്ട് ചായ വിറ്റിരുന്നോ? അച്ഛൻ വക്കീലല്ലേ? സൗരഭ് അവളെ ചേർത്തു പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ മോളെ, അച്ഛൻ പണ്ട് ചായ വിൽക്കുന്നവനായിരുന്നു. ആ ജോലിയിൽ നിന്നാണ് അച്ഛൻ അധ്വാനത്തിന്റെ വില പഠിച്ചത്. ഈ കോട്ടിനേക്കാൾ അച്ഛൻ ബഹുമാനിക്കുന്നത് അന്ന് അച്ഛൻ ഉപയോഗിച്ച ആ ചായ കെറ്റിലിനെയാണ്. കാരണം അതച്ഛന് അഭിമാനം നൽകി. ന്യായയുടെ ചോദ്യങ്ങൾ അവിടെ തീർന്നില്ല. അവൾ തന്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, എല്ലാവരും പറയുന്നു അമ്മ പണ്ട് അച്ഛനെ വഴക്ക് പറഞ്ഞിരുന്നു എന്ന്. എന്തായിരുന്നു അത്? സോണിയുടെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു. ഭൂതകാലത്തിലെ തന്റെ അഹങ്കാരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് ഇന്നും സങ്കടം തോന്നും. അവൾ ന്യായയുടെ കൈകൾ പിടിച്ചു പറഞ്ഞു, അമ്മക്ക് അന്നൊരു വലിയ അസുഖം ഉണ്ടായിരുന്നു മോളെ. അഹങ്കാരം. വസ്ത്രം കണ്ട് ആളുകളെ വിലയിരുത്തുന്നത് തെറ്റാണെന്ന് അമ്മക്കറിയില്ലായിരുന്നു. അച്ഛനാണ് അമ്മയെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയത്. ആരോടും അവരുടെ സ്റ്റാറ്റസ് ചോദിക്കരുത് എന്നമ്മ പഠിച്ചത് അങ്ങനെയാണ്. ന്യായ വളർന്നു വലുതായി. അവൾ സ്കൂളിലും കോളേജിലും മിടുക്കിയായിരുന്നു. അവൾക്ക് മുന്നിൽ പല അവസരങ്ങൾ ഉണ്ടായിട്ടും അവൾ തിരഞ്ഞെടുത്തത് തന്റെ മാതാപിതാക്കളുടെ വഴിയായിരുന്നു. അവൾ ലോ കോളേജിൽ ചേർന്ന ദിവസം സൗരഭും സോണിയയും വല്ലാത്തൊരു അഭിമാനത്തിലായിരുന്നു. ന്യായ വെറുമൊരു വിദ്യാർത്ഥിയല്ല, മറിച്ച് നീതിക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറുള്ള ഒരു യുവ പോരാളിയായിട്ടാണ് കോളേജിൽ എത്തിയത്. അതിനിടയിൽ സൗരഭും സോണിയയും തങ്ങളുടെ മിഷൻ തുടർന്നു. അവർ ഇപ്പോഴും വെറും വക്കീലന്മാർ മാത്രമല്ല, നഗരത്തിലെ ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗമാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ അവർ സ്കോളർഷിപ്പുകൾ നൽകി. ഒരിക്കൽ സൗരഭിനെ അപമാനിച്ച അതേ കോടതി മുറ്റത്ത് ഇന്ന് 100 കണക്കിന് യുവ വക്കീലന്മാർ അവനെ മാതൃകയാക്കി വളർന്നു വരുന്നു. ന്യായ തന്റെ കോളേജ് ഡയറിയിൽ ആദ്യമായി കുറിച്ചത് ഇങ്ങനെയാണ്, നീതി എന്നത് പുസ്തകത്തിലെ വാക്കുകളല്ല, മറിച്ച് മനുഷ്യന്റെ കണ്ണുനീർ തുടക്കാനുള്ള കരുത്താണ്. സൗരഭിന്റെയും സോണിയയുടെയും കഥ ന്യായയിലൂടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയായിരുന്നു. പഴയ ചായക്കാരന്റെ വിനയവും വക്കീലിന്റെ അറിവുമുള്ള ഒരു പുതിയ തലമുറയുടെ തുടക്കമായിരുന്നു അത്. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. സൗരഭും സോണിയയും ഇപ്പോൾ കേവലം വ്യക്തികളല്ല, മറിച്ച് ഈ നഗരത്തിലെ നീതിയുടെ അടയാളങ്ങളാണ്. അവരുടെ മകൾ ന്യായ തന്റെ മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് ലോ കോളേജിൽ പ്രവേശനം നേടി. കോളേജിലെ ആദ്യ ദിനത്തിൽ പുതുതായി വന്ന വിദ്യാർത്ഥികളെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കാൻ കോളേജ് അധികൃതർ ക്ഷണിച്ചത് ന്യായയെ ആയിരുന്നു. സദസ്സിൽ മുൻനിരയിൽ അഭിമാനത്തോടെ സൗരഭും സോണിയയും ഇരിപ്പുണ്ട്. ന്യായ തന്റെ പ്രസംഗം ആരംഭിച്ചത് ഇങ്ങനെയാണ്, ഈ കോളേജിൽ വക്കീലാകാൻ പഠിക്കുന്ന നിങ്ങളോട് എനിക്കൊരു കഥ പറയാനുണ്ട്. ഒരു ചായക്കാരൻ പയ്യന്റെയും അഹങ്കാരിയായ ഒരു അഭിഭാഷകയുടെയും കഥ. ആ പയ്യനെ ലോകം മുഴുവൻ അധിക്ഷേപിച്ചപ്പോഴും അവൻ തന്റെ സ്വപ്നങ്ങളെ മുറുകെ പിടിച്ചു. അവനെ സ്റ്റാറ്റസ് പഠിപ്പിക്കാൻ വന്നവൾക്ക് അവൻ മനുഷ്യത്വം പഠിപ്പിച്ചു കൊടുത്തു. ആ ചായക്കാരൻ എന്റെ അച്ഛനാണ്, ആ അഭിഭാഷക എന്റെ അമ്മയും. സദസ്സിൽ വലിയ കയ്യടികൾ ഉയർന്നു. സൗരഭിന്റെയും സോണിയയുടെയും കണ്ണുകൾ നിറഞ്ഞു. തങ്ങൾ പിന്നിട്ടു വന്ന കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ ഇന്ന് പൂമെത്ത ആയി മാറിയെന്ന് അവർ തിരിച്ചറിഞ്ഞു. ചടങ്ങ് കഴിഞ്ഞു മടങ്ങുമ്പോൾ സൗരഭ് തന്റെ പഴയ ആ കോടതി കവാടത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. പതിറ്റാണ്ടുകൾക്ക് ശേഷവും ആ ഗേറ്റിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ ഇപ്പോൾ സൗരഭിനെ പോലെ തന്നെ പ്രായമുള്ള മറ്റൊരു യുവാവ് ചായ വിൽക്കുന്നുണ്ട്. സൗരഭ് അവന്റെ അടുത്തേക്ക് ചെന്ന് 2 ചായ ആവശ്യപ്പെട്ടു. സോണിയയും കൂടെ ഉണ്ടായിരുന്നു. ചായ കുടിക്കുന്നതിനിടയിൽ സൗരഭ് ആ പയ്യനോട് സംസാരിച്ചു. അവൻ ഒരു നിയമ വിദ്യാർത്ഥിയാണെന്നും പഠന ചെലവിനായി ചായ വിൽക്കുകയാണെന്നും അറിഞ്ഞപ്പോൾ സൗരഭിന് തന്റെ ഭൂതകാലം കൺമുന്നിൽ തെളിയുന്നത് പോലെ തോന്നി. സൗരഭ് തന്റെ പോക്കറ്റിൽ നിന്നും വിസിറ്റിംഗ് കാർഡ് എടുത്ത് ആ പയ്യന് നൽകി. നിന്റെ പഠനം കഴിഞ്ഞാൽ എന്റെ ഓഫീസിലേക്ക് വരിക. നിന്നെപ്പോലെയുള്ള പോരാളികളെയാണ് ഈ രാജ്യത്തിന് ആവശ്യം, സൗരഭ് പറഞ്ഞു. സോണിയ ആ പയ്യന്റെ തലയിൽ തലോടി അനുഗ്രഹിച്ചു. അന്ന് സൗരഭിനെ അധിക്ഷേപിച്ച അതേ സ്ഥലത്ത് ഇന്നൊരു മറ്റേ തലമുറയെ അവൻ കൈപിടിച്ചുയർത്തുകയാണ്. തിരികെ കാറിലേക്ക് നടക്കുമ്പോൾ സോണിയ സൗരഭിന്റെ കൈകൾ ചേർത്തു പിടിച്ചു. സൗരഭ്, അന്ന് ഞാൻ ആ വാക്കുകൾ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഇന്ന് ഇങ്ങനെയാകുമോ? അവൾ ചോദിച്ചു. സൗരഭ് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, ചിലപ്പോൾ ആ വാക്കുകളായിരിക്കാം എന്നെ കൂടുതൽ കരുത്തനാക്കിയത്. ആ അപമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ കേവലം ഒരു സാധാരണ വക്കീലായി ഒതുങ്ങിപ്പോയേനെ. നീ എന്നെ തളർത്താനാണ് നോക്കിയത്, പക്ഷേ ദൈവം അത് എന്നെ വളർത്താനായി ഉപയോഗിച്ചു. കഥ ഇവിടെ അവസാനിക്കുമ്പോൾ സൗരഭും സോണിയയും നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ജോലിയിലോ വസ്ത്രത്തിലോ പണത്തിലോ അല്ല ഒരു മനുഷ്യന്റെ മൂല്യം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവന്റെ മനസ്സിനും
സത്യസന്ധതക്കുമാണ് ഏറ്റവും വലിയ വില. ലോകം നിങ്ങളെ തരം താഴ്ത്താൻ ശ്രമിച്ചാലും നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. കാലം എല്ലാവർക്കും മറുപടി നൽകും. കോടതി മുറ്റത്തെ ആ പഴയ ചായക്കാരൻ ഇന്ന് നഗരത്തിലെ ഏറ്റവും വലിയ നീതിപീഠമായി മാറിയിരിക്കുന്നു. അഹങ്കാരം വിനയത്തിന് വഴിമാറി, വെറുപ്പ് സ്നേഹത്തിന് വഴിമാറി, ജീവിതം അതിന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുന്നു.